إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി സ്വർഗം ആഗ്രഹിച്ച് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, സൽ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ചയുടെയും വിശാല മനസ്സിൻ്റെയും പ്രതീകമായിരുന്നു അവിടുത്തെ ജീവിതം. ഒരിക്കലും ഒരു കലഹപ്രിയനോ പ്രതികാരദാഹിയോ ആയിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കരുണയും സ്നേഹവുമുള്ള ഒരു മനസ്സും അലിവും കനിവുമുള്ള ഒരു ഹൃദയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതൽക്കൂട്ടായിരുന്നു. ഒരിക്കൽ പോലും അസഭ്യം പറയുകയോ തിന്മ പ്രവർത്തിക്കുകയോ ചെയ്തതായി ചരിത്രത്തിൽ വായിച്ചെടുക്കുക സാധ്യമല്ല. ഒരാളെയും കുറ്റപ്പെടുത്താത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയും കുറ്റവും കുറവും കേൾക്കരുത് എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം സാക്ഷിപത്രം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഖലമിൻ്റെ 4-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ പ്രവാചകരെ, താങ്കൾ അത്യുത്തമമായ സ്വഭാവത്തിൻ്റെ മേൽ നിലകൊള്ളുന്ന വ്യക്തിയാകുന്നു. ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കളെന്ന് എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. സ്വഹാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നു. ദഖൽനാ അലാ ആയിഷത ഫഖുൽനാ യാ ഉമ്മൽ മുഅ്മിനീൻ. സ്വഹാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, മുഅ്മിനീങ്ങളുടെ മാതാവേ, മാ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ? അവർ പറഞ്ഞു
കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആനിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം പ്രവാചക ജീവിതത്തിൽ നിഴലിച്ച് നിന്നിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകനെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തവരെ തിരിച്ചടിക്കാൻ അവസരം കിട്ടിയപ്പോഴും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയല്ല, മറിച്ച് വിട്ടുവീഴ്ച ചെയ്ത് തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നാണ് പ്രവാചക ചരിത്രം വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുക. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതികരിക്കേണ്ട ചില സമയങ്ങളിൽ ശക്തമായി പ്രതികരിച്ച സന്ദർഭങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ അനുയായികളോട് കണിശമായ ശാസനകൾ, ശക്തമായ താക്കീതുകൾ നൽകുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയാണ്. ചെയ്യുന്ന തെറ്റുകളുടെ ഗൗരവത്തിനനുസരിച്ചും തെറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ പരിഗണിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിഷേധിച്ച, അവിടുന്ന് പ്രതികരിച്ച, അവിടുന്ന് പിഴ ചുമത്തിയ ചില സന്ദർഭങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഖുതുബയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിൽ ഒന്നാമത്തേത്, 10 കാര്യങ്ങൾ ചുരുക്കി പറയുമ്പോൾ അതിൽ ഒന്നാമത്തേത്, ഏലസ് കെട്ടിവന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി നിർത്തിയ, തൻ്റെ പ്രതിഷേധം അറിയിച്ച സന്ദർഭമായിരുന്നു. ചില ആളുകളെങ്കിലും കയ്യിലും ശരീരത്തിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഏലസ് കെട്ടുന്ന ആളുകളെ നമ്മൾ ഇന്ന് കാണുകയാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ഈ വിഷയത്തിലെ ഇസ്ലാമിൻ്റെ വിധി എന്തെന്നറിയാത്തതുകൊണ്ടോ അറിഞ്ഞിട്ടും ഒരു പിടിവാശി കൊണ്ടോ തുടർന്നു പോകുന്ന അവസ്ഥ സമൂഹത്തിൽ നമ്മൾ കാണുന്നു. ചില വ്യക്തികൾക്ക് ചരടും ഉറുക്കും നൂലും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ വിഷജന്തുക്കളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്ന്, പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന, അവർക്കിടയിൽ കാരുണ്യവും സ്നേഹവും സുരക്ഷയും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം നൂലുകളും ഏലസുകളും കെട്ടുന്നതിൻ്റെ വിധി? നന്മ വരുത്താനും തിന്മ തടുക്കുവാനും അല്ലാഹു അല്ലാത്തവർക്ക് കഴിയില്ല എന്നതിനാലും ഇത്തരം കാര്യങ്ങൾ കെട്ടുന്നതിനെ ഇസ്ലാം പഠിപ്പിച്ചത് ശിർക്കിൻ്റെ ഗണത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തഅല്ലക ശൈഅ, ആരെങ്കിലും അങ്ങനെ വല്ലതും ബന്ധിച്ചാൽ ഉകില ഇലൈഹി, അവൻ അതിലേക്കാണ് ഭരമേൽപ്പിച്ചിട്ടുള്ളത്. ഭരമേൽപ്പനം റബ്ബിൻ്റെ മേൽ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ അത്തരം ചരടുകൾ കെട്ടുന്നവർ, ഏലസുകളും ഐക്കല്ലുകളും നൂലും ഉറുക്കും ഇസ്ലാം വിലക്കിയ അത്തരത്തിലുള്ള ദുർമന്ത്രങ്ങളും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതിലേക്കാണ് അവർ ഭരമേൽപ്പിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവിടെ ഒന്നുകൂടി പറഞ്ഞു, ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. ഇന്നർ റുഖാ, ഈ ദുഷിച്ച മന്ത്രങ്ങളുണ്ടല്ലോ, വത്തമാഇമ, ഏലസുകളുണ്ടല്ലോ, വത്തിവലത, അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കാൻ കെട്ടുന്ന കവചങ്ങളുണ്ടല്ലോ, ശിർകുൻ, അത് ബഹുദൈവാരാധനയാണ്, അത് ശിർക്കാണ്. എത്രത്തോളം പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം തീർക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ബന്ധിക്കുന്നതെങ്കിൽ ശിർക്കുൻ അക്ബർ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കായി, അള്ളാഹു പൊറുക്കാത്ത പാപമായി അതിനെ ഗണിക്കും എന്നാണ്. അതല്ല, അള്ളാഹുവാണ് മാറ്റുന്നത്, എന്നാലും ഈ ചരട് കെട്ടിയത് കൊണ്ടാണ്, ഈ ഏലസ് ബന്ധിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ആശ്വാസം കിട്ടിയത്, ഒരു പവർ ലഭിച്ചത്, ഒരു ധൈര്യം ലഭിച്ചത് എന്നൊരാൾ വിശ്വസിച്ചാണ് കെട്ടുന്നതെങ്കിൽ അതും ശിർക്കുൻ അസ്ഗറാണ്, അതും ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, പ്രവാചകൻ്റെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ തൻ്റെ പ്രതിഷേധം എങ്ങനെയാണ് അറിയിച്ചത് എന്ന് പറയുന്ന ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ഇലൈഹി റഹ്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സംഘം ആളുകൾ വന്നു. ഫബായഅ തിസ്അ വഅംസക അൻ വാഹിദ്, 10 പേരുണ്ടായിരുന്ന ആ സംഘത്തിലെ 9 പേർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുകയാണ്, ഒരാളെ മാറ്റി നിർത്തുകയാണ്. 10 പേർ ഒന്നിച്ചു വന്ന് ഒരുത്തനെ മാത്രം മാറ്റി നിർത്തിയാൽ എത്രത്തോളം അവഗണനയാണത്, മാറ്റി നിർത്തലാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. പക്ഷേ 10 പേർ വന്ന് ഒരുത്തനെ മാറ്റി നിർത്തി 9 പേർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുകയാണ്.
അവർ ചോദിച്ചു, ഫഖാലു യാ റസൂലല്ലാഹ് ബഅഅത തിസ്അ, ഓ പ്രവാചകരെ, അങ്ങ് 9 പേർക്കും ബൈഅത്ത് ചെയ്തുവല്ലോ. വതറക്ത ഹാദാ, ഒരുത്തനെ താങ്കൾ മാറ്റി നിർത്തിയല്ലോ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇന്ന അലൈഹി തമീമ, ഇന്ന അലൈഹി തമീമ, അയാളുടെ മേൽ ഏലസുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറയുകയും തൻ്റെ കൈ കൊണ്ട് അത് പൊട്ടിച്ച് വലിച്ചെറിയുകയും ആ സമയത്താണ്, അത് ഒഴിവാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബായഹു, ബൈഅത്ത് ചെയ്തത്. വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ അല്ലക തമീമ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടുന്നുവെങ്കിൽ അവൻ ചെയ്യുന്നത് ശിർക്കാണ്. അള്ളാഹു അത്തരം തിന്മകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിൻ്റെ ഗൗരവം അറിയാതെ എന്തോ ചിലത് അതിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇന്ന് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മീയ ചൂഷണമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് കെട്ടിക്കൊടുക്കുന്ന ആളുകൾക്ക് അതിലൂടെ ഭൗതികമായ ലാഭങ്ങൾ നേടുന്നു. അത്തരം ആളുകളെ സന്ദർശിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് ഒന്നുകൂടി പറഞ്ഞു, മൻ അല്ലക തമീമതൻ, ആരെങ്കിലും അങ്ങനെ രോഗം മാറാനോ ഗുണം ലഭിക്കാനോ ഒക്കെ അങ്ങനെ ബന്ധിച്ചാൽ ഫല അതമ്മല്ലാഹു ലഹു, അള്ളാഹു അവനത് പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ എന്നാണ് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പ്രവാചകൻ പ്രതികരിച്ച രണ്ടാമത്തെ ഒരു സന്ദർഭം പുരുഷന്മാർ സ്വർണം ധരിച്ച സന്ദർഭത്തിലായിരുന്നു. പുരുഷൻ സ്വർണ്ണമോതിരം ധരിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ തൻ്റെ പ്രതിഷേധം അറിയിച്ചു. ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫനസഅഹു, പ്രവാചകൻ അത് ഊരിയെടുത്തു. വതറഹു, എന്നിട്ട് പ്രവാചകൻ അത് വലിച്ചെറിഞ്ഞു. വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, യഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാർ ഫയജ്അലുഹാ ഫി യദിഹി, നരകത്തിൽ നിന്നൊരു തീ കഷ്ണമെടുത്ത് നിന്റെ വിരലിൽ ഇട്ട് തരാൻ, നിന്റെ കയ്യിൽ വെക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നരകത്തിൽ നിന്ന് തീ കിട്ടുന്ന കാര്യമാണ് നീ ഈ ചെയ്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ പോയി കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, അതെടുത്തോളൂ, അത് പുരുഷന്മാർക്കല്ലേ പറ്റാത്തത്, അത് നിന്റെ വീട്ടിലുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താമല്ലോ, അല്ലെങ്കിൽ വിൽപ്പന നടത്താമല്ലോ. പക്ഷേ റസൂലുള്ളാഹി വലിച്ചെറിഞ്ഞൊരു സാധനം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ആ സ്വഹാബി പ്രതികരിച്ചത്, ലാ വല്ലാഹി ലാ ആഖുദുഹു വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് ഇനി എടുക്കുകയില്ല. റസൂലുള്ളാഹിയാണ് അത് ഊരിയെറിഞ്ഞത്, എൻ്റെ വിരലിൽ നിന്ന് പ്രവാചകനാണ് അത് ഊരിയെടുത്തത്, പ്രവാചകനാണ് അത് വലിച്ചെറിഞ്ഞത്, എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ പ്രതിഷേധം ഉൾക്കൊണ്ട സ്വഹാബിയായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ പ്രതിഷേധിച്ച, അവിടുന്ന് എതിരെ പ്രാർത്ഥിക്കാൻ കാരണമായ മറ്റൊരു കാര്യമായിരുന്നു ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നത്. പല ആളുകൾക്കും അതൊക്കെ നിസ്സാരമാണ്, അതൊക്കെ ചെറിയ കാര്യമല്ലേ എന്നാണ് പലരും ചിന്തിച്ചു പോകുന്നത്. എന്നാൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ കാണിച്ച ഗൗരവം എത്രയാണ്. അന്ന റജുലൻ അക്കല ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലി, ഒരാൾ പ്രവാചകന്റെ അരികിൽ നിന്നുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് വെച്ച് ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചു. ഫഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് തിന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ അസ്തതിഉ, എന്നെ കൊണ്ടാവൂല, എനിക്കതിന് കഴിയൂല. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, ലസ്തതഅത, നിനക്കതിന് കഴിയാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ഹദീസിൽ നമുക്ക് കാണാം, മാ മനഅഹു ഇല്ലൽ കിബ്ർ, അഹങ്കാരമാണ് ആ മനുഷ്യനെ അതിൽ നിന്ന് തടഞ്ഞത്. ഇടത് കൈ കൊണ്ട് തിന്നപ്പോൾ വലത് കൈ കൊണ്ട് തിന്നണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലത് കൈ കൊണ്ട് തിന്നാൻ എനിക്കാകില്ലെന്ന് പറഞ്ഞത് ആകാത്തത് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തതഅത, നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൻ്റെ അടുത്ത ഭാഗം എന്താണെന്നോ, ഫമാ റഫഅഹാ ഇലാ ഫീഹി, പിന്നീട് ആ മനുഷ്യൻ തൻ്റെ വലത് കൈ വായിലേക്ക് ഉയർത്തിയിട്ടേയില്ല. തൻ്റെ വലത് കൈ ഉയർത്താൻ പറ്റാത്ത വിധം തളർന്നു പോയി എന്നാണ് ഹദീസിൻ്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പ്രതിഷേധിച്ച കാര്യമായിരുന്നു ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാരും ഇടത് കൈ കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്, കാരണം പിശാചാണ് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അവിടുന്ന് പ്രതിഷേധമറിയിച്ച മറ്റൊരു സന്ദർഭമായിരുന്നു ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ട സന്ദർഭത്തിൽ. ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മയ്യത്ത് മുന്നിലെത്തിയപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഉത്തിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ ഖതല നഫ്സഹു ബിമശാഖിസ്, കത്തി കൊണ്ട് പരിക്കേൽപ്പിച്ച്, ഉളി കൊണ്ട് പരിക്കേൽപ്പിച്ച് ആത്മഹത്യ ചെയ്ത മനുഷ്യന്റെ മയ്യത്തെത്തിയപ്പോൾ ഫലം യുസല്ലി അലൈഹി, പ്രവാചകൻ അവിടുന്ന് നമസ്കരിച്ചില്ലെന്നു മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സാഹിബിനു വേണ്ടി മയ്യത്ത് നമസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കുകയായിരുന്നു. ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, മറ്റുള്ളവർക്കൊരു താക്കീതും മരിച്ച വ്യക്തിക്ക് പ്രവാചകന്റെ പ്രാർത്ഥന ഒരു നഷ്ടവുമായി തീർന്നു എന്ന് ഹദീസിന്റെ ശറഹിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഗൗരവമുള്ള കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അഞ്ചാമത്തെ ഒരു കാര്യം, കടം ഉള്ള വ്യക്തി മരിച്ച സന്ദർഭത്തിലാണ്. കടബാധ്യതയുള്ള വ്യക്തിയുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വിസമ്മതിച്ച സന്ദർഭം, അവിടുന്ന് പ്രതികരണം അറിയിച്ച സന്ദർഭമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ജനാസ, പ്രവാചകന്റെ അരികിലേക്ക് ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. ഫഖാലു, അവർ പറഞ്ഞു, യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇതാ നമുക്ക് നമസ്കരിക്കാൻ ആരംഭിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, ഇദ്ദേഹത്തിന് കടബാധ്യതയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സല്ലൂ ലി സ്വഹിബിക്കും, എങ്കിൽ നിങ്ങൾ തന്നെ നമസ്കരിച്ചോ. 2 ദീനാർ കടമുണ്ടെന്നും അത് ഞാൻ ഏറ്റെടുക്കാമെന്നും ഒരു വ്യക്തി പറയുകയും ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു എന്നാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇത്ര ഗൗരവമായ വിഷയമാണ് കടം എന്ന് പറയുന്നത്. കടം ഒരു അപകടമാണ്. എപ്പോഴും വാങ്ങി തോന്നുമ്പോൾ തിരിച്ചടക്കാം എന്ന് വിചാരിക്കാനുള്ളതല്ല. കുടുങ്ങുമ്പോൾ മാത്രം വാങ്ങി വേഗത്തിൽ തിരിച്ചു കൊടുക്കേണ്ട അപകടകാരിയാണ് കടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു കടബാധ്യതകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഷേധം അറിയിച്ച, അവിടുന്ന് പ്രതികരണം അറിയിച്ച മറ്റൊരു സന്ദർഭമായിരുന്നു മോഷണം നടത്തിയ വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആളുകൾ കടന്നു വന്ന സന്ദർഭം. ഇന്ന ഖുറൈശൻ അഹമ്മഹും ശഅ്നുൽ മഖ്സൂമിയല്ലതി സറഖത്, ഒരു കളവ് നടത്തിയ പെണ്ണിൻ്റെ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ഇങ്ങനെ ചർച്ചയായി. ഫഖാലു, അവർ പറഞ്ഞു, മയ്യുകല്ലിമു ഫീഹ, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്ന് ചെന്നിട്ട് ഒരു ഇളവ് കൊടുക്കാൻ പറയുക? ആരാണ് പ്രവാചകനോടൊന്ന് സംസാരിച്ച് ആ വിഷയത്തിൽ ഒന്ന് ശുപാർശ പറയുക? ഖാലു, അവർ പറഞ്ഞു, മയ്യജ്തരിയു അലൈഹി ഇല്ലാ ഉസാമത്ത് ഇബ്നു സെയ്ദ്, ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ലാതെ ആരാണ് അതിനൊന്ന് ധൈര്യം കാണിക്കുക? അങ്ങനെ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ ചെന്നു. ഫകല്ലമഹു ഉസാമ ഈ പെണ്ണിന്റെ കാര്യത്തിൽ ഇളവ് നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നമാ ഖലഖദ്ദീനു മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ ഈ ദീനിനെ നശിപ്പിച്ചത് ഇങ്ങനെയാണ്. അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിമു ശരീഫു തറകൂഹു, അവരുടെ കൂട്ടത്തിൽ മാന്യനായ ഒരാൾ, വിലയും നിലയുമുള്ള ഒരാൾ കട്ടെടുത്താൽ അവരയാളെ വിട്ടയക്കും. വൈദാ സറഖ ഫീഹിമുൽ ലഈഫ്, അവനു വേണ്ടി പറയാൻ ആരുമില്ലാത്ത ദുർബലനായ ഒരാൾ കട്ടെടുത്താലോ, തനിക്ക് വേണ്ടി ആരും വാദിക്കാനും പറയാനൊന്നുമില്ല, അങ്ങനെ ദുർബലനായ നിലയും വിലയുമില്ലാത്ത ഒരാളാണ് കട്ടെടുത്തതെങ്കിൽ അഖാമു അലൈഹിൽ ഹദ്ദ്, അയാൾക്കെതിരെ അവർ നടപടിയെടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നൊരു വാചകമുണ്ട്, വഅയ്മല്ലാ, അല്ലാഹുവാണേ സത്യം, ലൗ സറഖത് ഫാത്തിമതു ബിൻതു മുഹമ്മദ് ലഖതഅതു യദഹാ, ഈ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടെടുത്തതെങ്കിൽ അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സന്ദർഭം ഇതായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മയ്ക്ക് വേണ്ടി ശുപാർശ പറയുക എന്നത്, അർഹതയില്ലാത്ത അവകാശപ്പെടാത്ത ഒന്ന് വാങ്ങിയെടുക്കാൻ വേണ്ടി ശുപാർശ പറയുക എന്നതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നർത്ഥം. ഏഴാമത്തെ ഖുതുബയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന 10 കാര്യങ്ങളിൽ 7ാമത്തെ സന്ദർഭം ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പുന്ന ആളുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച പ്രതികരണങ്ങളാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു സംഘം ആളുകൾ പള്ളിയിലേക്ക് വന്നു. അവിടെ അവർ നമസ്കരിക്കാത്തൊരു വിഭാഗമായിരുന്നു. നമസ്കാരം കഴിഞ്ഞ് നമസ്കരിച്ചിട്ടില്ലാത്ത ഒരു സംഘം ആളുകൾ വന്നു. അന്ന റജുലൻ അമ്മ ഖൗമൻ, ഒരു വ്യക്തി അവർക്ക് വേണ്ടി ഇമാമ് നിന്ന് നമസ്കരിച്ചു. ഫബസഖ ഫിൽ ഖിബ്ല, നമസ്കാരത്തിനിടയിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തൻ്റെ ഉമിനീർ അയാൾ ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു.
പിന്നീട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഫറഗ, നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ലാ യുസല്ലി ലക്കും, ഇനി ഇയാൾ നിങ്ങൾക്ക് വേണ്ടി ഇമാമ് നിന്ന് നമസ്കരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഇമാമ് നിൽക്കാനുള്ള അദബ് ഇയാൾക്കില്ല. ഫഅറാദ ബഅദ ദാലിക യുസല്ലി ലഹും, മറ്റൊരിക്കൽ കൂടി അയാൾ ഇമാമ് നിന്ന് നമസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഫമനഊഹു, ആ കേട്ട ആളുകൾ അദ്ദേഹത്തെ നിങ്ങൾ ഇമാമ് നിൽക്കണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു. ഫഅഖ്ബറൂഹു ബിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ ഇമാമ് നിർത്താത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ഫദക്കറ ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നേരെ ചെന്ന് പ്രവാചകനോട് കാര്യം പറഞ്ഞു, എനിക്ക് ഇമാമ് നിൽക്കാൻ പറ്റില്ല എന്നും കാരണമായി ഇങ്ങനെയാണ് ഇവർ പറയുന്നതെന്നും അത് താങ്കൾ അറിയിച്ചതാണ് എന്നുമൊക്കെ കേട്ടല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നഅം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വഹസിബ്തു അന്നഹു ഖാൽ ഇന്നക ആദൈതല്ലാഹ വറസൂലഹു, സുഹാബി പറയാണ് പ്രവാചകൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നക ആദൈതല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ബുദ്ധിമുട്ടിച്ച ആളാ നീ, അല്ലാഹുവിനെയും റസൂലിനെയും ഉപദ്രവിച്ചവനാണ് നീ. ഖിബലയുടെ ഭാഗത്തേക്ക് നമസ്കാരത്തിൽ തുപ്പുക എന്നത് ഗൗരവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഇത്തരം പള്ളികളിൽ മുന്നിലേക്ക് എന്നല്ല എവിടേക്കും ഉമിനീര് ഒഴിവാക്കാൻ പാടില്ല എന്നത് മറ്റൊരു വശം. എന്നാൽ അന്ന് മണലിൽ ഉമിനീര് ഒഴിവാക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ പോലും ഇടതുഭാഗത്തേക്ക് കാൽച്ചുവട്ടിലേക്ക് ഒഴിവാക്കുക എന്നല്ലാതെ വലതുഭാഗത്തേക്കോ മുന്നിലേക്കോ ഉമിനീർ ഒഴിവാക്കരുത് എന്ന്, ഖിബലയുടെ ഭാഗത്തെ ഒഴിവാക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുക്കും മിനസ്സലാഹ്, നിങ്ങൾ നമസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഫലാ യബ്സുഖ് അമാമഹു, മുൻഭാഗത്തേക്ക് ഖിബലയുടെ ഭാഗത്തേക്ക് നിങ്ങൾ തുപ്പരുത്. ഫഇന്നമാ യുനാജില്ലാഹ് മാ ദാമ ഫീ മുസല്ലാ, നിങ്ങൾ നമസ്കരിക്കുന്ന അത്ര സമയവും നിങ്ങളുടെ മുന്നിൽ റബ്ബുണ്ട്, റബ്ബിനോട് നിങ്ങൾ അഭിമുഖം നടത്തുകയാണ്, നിങ്ങൾ സംസാരിച്ച് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലാ അൻ യമീനി, നിങ്ങൾ വലതുഭാഗത്തേക്കും തുപ്പരുത്. ഫഇന്ന അൻ യമീനിഹി മലക, നിങ്ങളുടെ നമസ്കാരത്തെ നിരീക്ഷിക്കാൻ വലതുഭാഗത്ത് മലക്കുണ്ട്. വൽ യബ്സുഖ് അൻ യസാരിഹി ഔ തഹ്ത ഖദമിഹി ഫയുദ്ഫിനുഹ, അവൻ്റെ ഇടതുഭാഗത്തേക്ക് താഴേക്ക് ഉമിനീർ ഒഴിവാക്കിക്കൊള്ളട്ടെ, മണലുകൊണ്ടവൻ അത് മൂടുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം, മൻ തഫല തുജാഹൽ ഖിബ്ല, ആരെങ്കിലും ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ ജാഅ യൗമൽ ഖിയാമത്തി തഫ്ലുഹു ബൈന ഐനൈഹി, അവൻ്റെ ഇരു കണ്ണുകൾക്കുമിടയിൽ ഉമിനീർ കൂട്ടിവെച്ചവനായി അവൻ പരലോകത്ത് ഹാജരാക്കപ്പെടും. മാലോകർക്ക് മുന്നിൽ അവൻ നിന്ദ്യനാകും, അവൻ വഷളാകും, അവൻ്റെ ഉമിനീര് മുഴുവൻ നെറ്റിയിൽ വെച്ചുകൊണ്ടാണ് അവൻ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് നമസ്കരിക്കുന്നവർ പള്ളിയിൽ തുപ്പുന്നതിനെ കുറിച്ചാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതെങ്കിലും പൊതുവായും ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പാതിരിക്കലാണ് ഒരു മുസ്ലിമിന് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. സഹോദരങ്ങളെ, എട്ടാമത്തെ കാര്യം, വിസ്വാൽ നോമ്പ് അനുഷ്ഠിക്കാൻ സ്വഹാബികൾ പൂതി വെച്ചപ്പോഴായിരുന്നു. വിസ്വാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കാൻ മഗ്രിബിൻ്റെ സമയമായാലും തുറക്കാതെ അന്ന് ഒന്നും കഴിക്കാതെ അടുത്ത നോമ്പിലേക്ക് ഇന്നത്തെ നോമ്പിനെ തുടർച്ചയായി തുടർത്തിക്കൊണ്ടുപോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു. അത് പ്രവാചകന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക ഇബാദത്തായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനെ പ്രവാചകൻ വിലക്കി. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസ്വാൽ, വിസ്വാൽ നോമ്പെടുക്കുന്നതിനെ, നോമ്പ് മുറിക്കാതെ മറ്റൊരു നോമ്പിലേക്ക് ചേർക്കുന്നതിനെ പ്രവാചകൻ വിലക്കി. ഫഖാല ലഹു റജുലുൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഒരാൾ ചോദിച്ചു, ഫഇന്നക യാ റസൂലല്ലാഹ് തുവാസിലു, റസൂൽ നിങ്ങൾ വിസ്വാൽ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്കീൻ, എനിക്ക് എൻ്റെ റബ്ബ് ഭക്ഷണം തരുന്നുണ്ട്, വെള്ളം തരുന്നുണ്ട്, നിങ്ങളെപ്പോലെയല്ല, ചില പ്രത്യേകതകൾ എനിക്കുണ്ട്. ഫലമ്മ അബൗ അയൻതഹു അനിൽ വിസ്വാൽ, എന്നാലും അവർക്കതിൽ നിന്ന് ഒഴിവാകാൻ ഒരു മനസ്സമാധാനമില്ലാതെ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാസുല ബിഹിം യൗമ, എന്നാൽ ഒരു ദിവസം നിങ്ങൾ മുറിക്കാതെ നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം നോമ്പ് തുറക്കാനായപ്പോഴും പ്രവാചകൻ പറഞ്ഞു, മുറിക്കരുത്, അടുത്ത ദിവസവും മുറിക്കാതെ നോമ്പെടുക്കണം. മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ പറയാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും ശവ്വാൽ പിറവി കണ്ട് 29 നോമ്പ് പൂർത്തിയായി ഷവ്വാൽ 1 പ്രവേശിച്ചു.
പ്രവാചകൻ പഠിപ്പിക്കുന്ന ഈ ഹദീസിൽ കാണാം, ലൗ തഅഖറ ലസിത്തുക്കും, ഒരു ദിവസം കൂടി അപ്പുറത്തേക്ക് റമദാൻ ഉണ്ടായിരുന്നെങ്കിൽ അന്നും ഞാൻ നിങ്ങളോട് മുറിക്കാതെ അനുഷ്ഠിക്കാൻ പറയുമായിരുന്നു. കൽ മുനക്കിലി ബിഹിം ഹീന അബൗ, വിസമ്മതിച്ചതിൻ്റെ പണിഷ്മെന്റ് ഞാൻ നൽകുമായിരുന്നു. റസൂലുള്ള പഠിപ്പിച്ചതിനെതിരെ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പണിഷ്മെന്റ് നൽകുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ്റെ പ്രതിഷേധങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ വിധേയരാകുന്ന ഒരു പ്രവർത്തനവും ചെയ്യാത്ത മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ നിറകുടമായിരുന്നു എന്നും വിട്ടുവീഴ്ചയുടെ പ്രതീകമായിരുന്നു എന്നും, എന്നാൽ പ്രതികരിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ, തൻ്റെ പ്രതിഷേധം അറിയിക്കേണ്ട ഘട്ടങ്ങളിൽ അതിന് യാതൊരു മടിയും അവിടുന്ന് കാണിച്ചിരുന്നില്ല എന്നും, അതിന് തെളിവെന്നോണം ചരിത്രത്തിൽ നിന്ന് 8 സന്ദർഭങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. 9ാമത്തെ ഒരു സന്ദർഭം ഒട്ടകത്തെ ശപിച്ച വ്യക്തിയോട് അവിടുന്ന് കാണിച്ച പ്രതികരണമാണ്. സ്വഹാബത്ത് പറയുന്നു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒരു യാത്രയിലായിരുന്നു. വംറഅത്തും മിനൽ അൻസാർ അലാ നാഖ, ഒരു സ്ത്രീ ഒരു ഒട്ടകത്തിൻ്റെ പുറത്തുണ്ട്. ഫലജിറത് ഫലഅനത്ഹാ, ആ ഒട്ടകം ഇങ്ങനെ വിസമ്മതിച്ചു. നടക്കാൻ വിസമ്മതിച്ചപ്പോൾ ഒട്ടകത്തെ ഈ സ്ത്രീ ശപിച്ചു. ഫസമിഅ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കാൻ ഇടയായി. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, ഖുദൂ മാ അലൈഹാ വദഊഹാ, ആ ഒട്ടകപ്പുറത്തുള്ളതൊക്കെ നിങ്ങൾ എടുത്തോളിൻ, ഒട്ടകത്തെ അങ്ങ് വിട്ടേക്ക്. ഫഇന്നഹാ മൽഊന, അത് ശപിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ തന്നെ ശപിക്കുക, എന്നിട്ട് അതിൻ്റെ ഗുണവും അതിൻ്റെ ഫലവും നമ്മൾ തന്നെ ഉൾക്കൊള്ളുക, ഇത് ശരിയല്ല. അതുകൊണ്ട് ഒരു വസ്തുവിനെയും ശപിക്കാൻ പാടില്ല, ഒരു ജീവിയെ മാത്രമല്ല ഒരു വസ്തുവിനെ പോലും ശപിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്, ഫകഅന്നി അറാഹൽ ആന തംശി ഫിന്നാസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം ആ ഒട്ടകത്തെ ആരും എടുക്കാതെ ഒട്ടകപ്പുറത്തുള്ളതൊക്കെ എടുത്തിട്ട് ഒട്ടകത്തെ അള്ളാൻ്റെ മാർഗത്തിൽ അങ്ങ് വിട്ടേച്ചപ്പോൾ ആ ഒട്ടകം ഇങ്ങനെ നടന്നു പോയത് ഇന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ എൻ്റെ മനസ്സിലുണ്ട്. മാ യഅരിദു ലഹാഹദുൻ, ഒരാളും അതിനെ പരിഗണിച്ചില്ല, ഒരാളും അതിനെ സ്വീകരിച്ചില്ല. പ്രവാചകൻ്റെ കൽപ്പന അപ്രകാരം സ്വീകരിച്ച് ഒട്ടകത്തെ അവരങ്ങ് മാറ്റി നിർത്തി എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം, 10ാമത്തെ ഒരു പ്രതികരണ ഘട്ടം. ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഅസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സരിയ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈനിക സംഘത്തെ അയക്കുകയുണ്ടായി. ഫഅദ്റക്തു റജുലൻ, ശത്രുക്കളിൽപ്പെട്ട ഒരാളെ ഞാൻ കണ്ടുമുട്ടി. ഫഖാൽ, എൻ്റെ അടുത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മുന്നിൽ, വാളിൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലക്ക് രക്ഷപ്പെടാൻ പറഞ്ഞതാണെന്ന് എനിക്കറിയുന്നതിനാൽ ഞാൻ അദ്ദേഹത്തെ വകവരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കാര്യമെത്തി. പ്രവാചകൻ ചോദിച്ചു, അഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖതൽതഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ എന്നിട്ട് കൊല്ലുകയോ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ശത്രു എന്ന നിലക്ക് എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ കൊന്നുകളഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഫലാ ശഖഖ്ത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹ അം ലാ, ആത്മാർത്ഥമായി പറഞ്ഞതാണോ, നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണോ എന്നറിയാൻ
നീ ഹൃദയം പിളർന്നു നോക്കിയോ എന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായവനാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, എത്രത്തോളം പ്രവാചകൻ ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹത്താ തമന്നൈതു അന്നി അസ്ലംതു യൗമൈദിൻ, ഇന്ന് ആദ്യം മുതലൊന്ന് മുസ്ലിമായി ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് ഉസാമത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ചില ഹദീസുകളിൽ നമുക്ക് കാണാം, അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ ഇസ്തഗ്ഫിരി, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇസ്തഗ്ഫിർലി, എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടണം. റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, ഫകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ആ വ്യക്തി വന്നാൽ നീ എന്ത് ചെയ്യും, നീ എന്തു പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, വിഷയം വളരെ ഗൗരവമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എതിരാകുന്ന ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇവിടെ തമീമത്ത് മുതൽ ഏലസ് മുതൽ നാം പറഞ്ഞ 10 കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. വ്യക്തമായി അറിഞ്ഞിട്ടും അതിനെതിരെ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇന്ന് കാണുന്നു. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചത്. അള്ളാഹു പറയുകയാണ്, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും പ്രവാചകനോട് വിമുഖത കാണിച്ചാൽ, ആരെങ്കിലും പ്രവാചകനോട് എതിർത്ത് നിന്നാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. അവന് കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള അയവ് അള്ളാഹു അയച്ചു കൊടുക്കും, അള്ളാഹു നീട്ടിക്കൊടുക്കും. ഇസ്തിദറാജ്, പടിപടിയായി പിടികൂടാൻ അള്ളാഹു ഇങ്ങനെ അയഞ്ഞു കൊടുക്കും. തെറ്റുകൾക്കുള്ള അവസരങ്ങൾ അവൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു കിട്ടും. വനുസ്ലിഹി ജഹന്നം, എന്നിട്ട് അവനെ നരകത്തിൽ നാം പ്രവേശിപ്പിക്കും, നരകത്തിൽ നാം അവനെ കരിച്ചു കളയും. മസീറ, അതെത്ര മോശമായ പര്യസ്ഥാനം എന്ന്, പര്യാവസാനം എന്ന് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച ചര്യകളെ വാരിപ്പുണരാൻ, പ്രവാചകൻ പ്രതികരിച്ച, പ്രവാചകൻ പ്രതിഷേധമറിയിച്ച തിന്മകളെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിൻ്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്ന അള്ളാഹുവേ, നീ അവർക്ക് ആശ്വാസം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.